സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM സ്വാഗതം. അപ്പോൾ എല്ലാ പ്രചാരണങ്ങളും അവസാനിച്ചു, കൊട്ടിക്കലാശങ്ങളെല്ലാം തീർന്നു. നിശബ്ദമായ ഒരു വിപ്ലവം നടക്കുകയാണ് കേരളത്തിൽ. വിപ്ലവം എന്ന് പറഞ്ഞാൽ അടിപിടി വിപ്ലവമല്ല, നിശബ്ദമായ വിപ്ലവം, ഒരു പരിവർത്തനം, ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ള എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് കേരളത്തിലെ സംസ്കാര സമ്പന്നരായ മതേതരവാദികളായ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കാനുള്ളത്, മതേതരവാദികളും ജനാധിപത്യ വിശ്വാസികളും ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഈ നാട് നിലനിൽക്കണം, സൗഹൃദത്തിലും സന്തോഷത്തിലും പരസ്പരം ജനങ്ങൾ സഹകരിച്ച് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഇവിടെ ജീവിക്കണം. അവരവരുടെ ആഘോഷങ്ങളിൽ പരസ്പരം പങ്കെടുത്ത് ജീവിക്കണം. അങ്ങനെ അന്തസ്സോടെ അഭിമാനത്തോടെ നമ്മൾക്ക് ഇവിടെ മരിക്കണം. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ചിന്തിച്ച് പ്രവർത്തിക്കണം. ജനാധിപത്യവും മതേതരത്വവും മതസൗഹൃദവും കാത്തു സൂക്ഷിക്കാൻ ഇവിടെ ഒരു ഗവൺമെന്റ്, ആരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് വേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ദിവസമാണ് അടുത്ത 5 വർഷത്തേക്ക്. അപ്പോൾ നമ്മൾ കണ്ടതാണെന്നല്ല, അതായത് ധാർഷ്ട്യവും അഹങ്കാരവും പണക്കൊഴുപ്പും എല്ലാം ഉണ്ടെങ്കിൽ കേരളത്തിൽ എന്തും സാധിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന സംഘപരിവാർ ശക്തികളാണ് നിങ്ങൾ ഒറ്റപ്പെടുത്തണം. പാലക്കാട് നമ്മൾ കണ്ടു, ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പൊട്ടിത്തെറിക്കുകയാണ്. ആ മുഖം കാണുമ്പോ, ആ ഭാവം കാണുമ്പോ, ശരീരഭാഷ കാണുമ്പോ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. പണവും വസ്ത്രങ്ങളും കൊടുത്ത് ആളുകളെ സ്വാധീനിക്കുന്നു. കോടിക്കണക്കിനുണ്ട്, 1000കണക്കിന് കോടി ഇവിടെ കേരളത്തിൽ അവർ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി ബാലറ്റ് പെട്ടിയിൽ എന്തൊക്കെ കാണിക്കും, അതായത് വോട്ടിംഗ് മെഷീനിൽ എന്തൊക്കെ കാണിക്കുമെന്ന് ഇനി കാത്തിരുന്ന് കാണാനേക്കുള്ളൂ. അവർ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ഇത്ര സീറ്റ് നമുക്ക് വേണം, 28, 30 കിട്ടും, ഭരണം പിടിക്കും എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ചെറ്റത്തരം കാണിക്കുന്ന എന്ത് ചെറ്റത്തരം, എത്ര തരം താഴാനും അവർക്ക് യാതൊരു മടിയുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് അങ്ങനെയുള്ള ചെറ്റകളെ യാതൊരു കാരണവശാലും നമ്മൾ നിയമസഭയ്ക്കകത്ത് കൊണ്ടുവരരുത്. വേശികൾ ചാരിത്ര പ്രസംഗം നടത്തുന്ന കാലമാണിത്. കൊള്ള നടത്തുകയും സത്യമില്ലാത്തവന്മാരുമാണ് ഇന്ന് സത്യസന്ധതയെ പറ്റി ക്ലാസ് എടുക്കുന്നത്. നിരീശ്വരവാദികൾ മതപ്രസംഗം നടത്തുന്നുണ്ട്. മതമേധാവികൾ നിരീശ്വരവാദികളുടെ കുഴലൂത്തുകാരായി മാറുന്ന ആണെന്ന് നമ്മൾ ഇന്ന് കാണുന്നത്. സത്യവും ധർമ്മവും നീതിയും എങ്ങനെ ഈ ലോകത്ത് നിലനിൽക്കും? ഈ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ നേടാനുള്ള നെട്ടോട്ടത്തിൽ അള്ളാഹുവിന്റെയും